അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ മഹ്ലൂൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനികളെ, നാം മുസ്ലിങ്ങളാണ്. മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അനുസരണമുള്ളവൻ എന്നാണ്. അനുസരണമുള്ള മുസ്ലിം എന്ന പദത്തിന്റെ എന്ന വാക്കിന് അർഹരായ നാം നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ ആവരുത്. പണ്ഡിതന്മാരാകുമ്പോൾ അത്തരം വാക്കുകൾ തീരെ പാടില്ല, സാധാരണക്കാരിൽ നിന്നും ഉണ്ടാവരുത്. ഒരു മുസ്ലിമാണോ അവന്റെ പ്രവർത്തനം അല്ലെങ്കിൽ അവന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഗുണം ഉള്ളതാവണം. മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ കൽപ്പന തന്നെ മനുഷ്യന്റെ വാക്കുകളും പ്രവൃത്തികളും സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അത് മുസ്ലിമായ ആളുകൾക്ക് വേദന ഉണ്ടാക്കരുത് എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്കും വേദന ഉണ്ടാകുന്ന അല്ലെങ്കിൽ വിഷമമുണ്ടാകുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കുകൾ, പ്രവൃത്തികൾ ഉണ്ടാവരുത്. അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും മത നേതാക്കളാണെങ്കിലും ആർക്കും വേദന ഉണ്ടാക്കുന്നത് വാക്കുകൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ല. അത് മുസ്ലിമായ സഹോദരന് മാത്രമല്ല, അമുസ്ലിമായ ആളുകൾക്കും ആർക്കും തന്നെ, ഇനി മതമില്ലാത്തവനാണെങ്കിലും അവനെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരു മുസ്ലിമിന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. മുസ്ലിമിന്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ എല്ലാവർക്കും ഉപകാരമുള്ളതായിരിക്കണം. നാവ് സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. ഇന്ന് ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ ഇൻചാർജ് ഭാര്യമാര്. ഒരു മതപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അത്തരം ഒരു വാക്കുകൾ. പുറത്തിറങ്ങിയാൽ ഇൻചാർജ് ഭാര്യമാര് എന്ന് പറഞ്ഞു രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ മറ്റു നേതാക്കളെയും ഒക്കെ കളിയാക്കുന്ന ഒരു രീതിയിൽ ഒരു മതപണ്ഡിതൻ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ, സമുദായ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാകുമ്പോൾ ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും കണ്ടാണ് അല്ലെങ്കിൽ മനസ്സിലാക്കിയാണ് മറ്റുള്ള ആളുകൾ ജീവിതത്തിൽ പകർത്തുന്നത്. ഇത്തരം വാക്കുകളൊക്കെ പറയുമ്പോൾ സമുദായ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരും മത നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻചാർജ് ഭാര്യമാർ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ, മറ്റു രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കളിയാക്കുന്ന ഒരു അവസ്ഥ ഒരു മത നേതാവിൽ നിന്ന്, ഒരു മതപണ്ഡിതനിൽ നിന്നുണ്ടാകുന്നത് തികച്ചും
നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, ഒരു മുസ്ലിമായ മനുഷ്യന്മാർ, ഒരു മുസ്ലിമായ ആളുകൾ അവരുടെ നാക്കും അവരുടെ വാക്കും പ്രവൃത്തിയും ഒക്കെ മറ്റുള്ളവർക്ക്, അത് രാഷ്ട്രീയക്കാരായാലും രാഷ്ട്രീയക്കാരല്ലെങ്കിലും മതമുള്ളവരാണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും അതുപോലെ മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ഒക്കെ മറ്റുള്ള ആളുകൾക്ക് വേദനയുണ്ടാക്കുന്നത്, അവർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു വാക്കും ഒരു പണ്ഡിതനിൽ നിന്ന് തീരെ ഉണ്ടാവരുത്, സാധാരണക്കാരായ ആളുകളിൽ നിന്നും ഉണ്ടാവരുത്. ഒരു മുസ്ലിമിന്റെ ചിഹ്നം മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നതല്ല, മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന വാക്കുകളും പ്രവൃത്തികളും പറയുക എന്നതല്ല, മറിച്ച് എല്ലാവരോടും നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ആദരവിലും ഒക്കെ കഴിഞ്ഞുകൂടുക എന്നതാണ്. ഇത്തരം വാക്കുകൾ പറയുമ്പോൾ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർ പ്രത്യേകിച്ചു ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അറിയാതെ വന്നു പോകുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ ആണെങ്കിൽ അല്ലാഹു തആല നമുക്കത് വിട്ടുകൊടുത്ത് മാഫാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.